കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒരു പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കഥ കൂടിയായിരിക്കാം ഇത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് കൃഷ്ണൻ ദൂതനായി അയച്ച ഭാഗമാണ്. അതിനുശേഷം യശോദാറാണിയും നന്ദഗോപരും ഗോപസ്ത്രീകളും ഗോപന്മാരുമൊക്കെ കൊടുത്തുവിട്ട സമ്മാനങ്ങളുമായി ഉദ്ധവർ തിരിച്ച് മധുരയിലേക്ക് വരുന്നതും അവയൊക്കെ സന്തോഷത്തോടു കൂടി ഭഗവാൻ സ്വീകരിക്കുന്നതുമായ ആ ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഭഗവാൻ മധുരയിലാണ്. പിന്നീട് ഭഗവാന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടു കൂടിയിരുന്ന് ഈ ഭാഗം കേൾക്കണം. ഹരേ കൃഷ്ണ. ഭക്തോത്തമനായ ഉദ്ധവർക്ക് സൈരന്ധ്രിയുടെ ഭക്തിയെ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിക്കുന്നു. ആരാണ് സൈരന്ധ്രി? കുബ്ജയാണ് അല്ലേ? കുബ്ജയുടെ ഭക്തി എത്രത്തോളമുണ്ട് എന്ന്, അതായത് കുബ്ജയ്ക്ക് ഭഗവാനോട് എത്ര ഭക്തിയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ആര് തീരുമാനിക്കുന്നു? കൃഷ്ണൻ തീരുമാനിക്കുന്നു. ഗോപസ്ത്രീകളുടെയും ഗോപന്മാരുടെയും ഭക്തി ഉദ്ധവർക്ക് കാണിച്ചു കൊടുത്തു. ഇനി കുബ്ജയുടെ ഭക്തി കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം, സൈരന്ധ്രിയുടെ ഭക്തി കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഭക്തോത്തമൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ദിവസം കൃഷ്ണൻ പണ്ട് കുബ്ജയായ സൈരന്ധ്രിയോട് പറഞ്ഞ വാക്ക് പാലിക്കുവാനായി തീരുമാനിക്കുന്നു. അതായത് അന്ന് കൂന് നിവർത്തി കൊടുത്തപ്പോൾ അടിയൻ്റെ ഗൃഹത്തിലേക്ക് വരണം എന്ന് കുബ്ജ കൃഷ്ണനോട് പറഞ്ഞിരുന്നു. അങ്ങനെ സൈരന്ധ്രിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ആര് തീരുമാനിക്കുന്നു? കൃഷ്ണൻ തീരുമാനിക്കുന്നു. മധുരാപുരി എന്ന പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്തായിരുന്നു ആര് താമസിച്ചു കൊണ്ടിരുന്നത്? കുബ്ജ താമസിച്ചു കൊണ്ടിരുന്നത്. അവളുടെ ഗൃഹത്തിലേക്ക് മുന്നറിയിപ്പൊന്നും കൂടാതെ കൃഷ്ണൻ കയറി ചെല്ലുകയാണ്. കൃഷ്ണനെ കണ്ടതും കുബ്ജയ്ക്ക് വളരെയധികം സന്തോഷമായി. കുബ്ജയ്ക്ക് എന്തു ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയായി. വളരെ സന്തോഷത്തോടു കൂടി കുബ്ജ ഭഗവാനെ സൽക്കരിച്ച് അകത്തു കൊണ്ടുപോയി ഇരുത്തുന്നു. ഉദ്ധവരും കൃഷ്ണൻ്റെ കൂടെയുണ്ട്. ഉദ്ധവർക്ക് വേണ്ട സൽക്കാരങ്ങളെല്ലാം അതും കുബ്ജ ചെയ്യുന്നു. കുളിർമയുള്ള പരിമളങ്ങളായ തൈലം കൊണ്ട് കുബ്ജ ഭഗവാന്റെ ശരീരം മുഴുവനും ആ തൈലം തേച്ച് സുഗന്ധപൂർണമാക്കി കൊടുക്കുന്നു. അതിനുശേഷം കുബ്ജ എന്തു ചെയ്യുന്നു? മനോഹരങ്ങളായ പൂക്കൾ കൊണ്ട്, നല്ല മണമുള്ള മനോഹരങ്ങളായ പൂക്കൾ കൊണ്ട് താൻ തന്നെ മാല കെട്ടി ഭഗവാനെ അണിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കുബ്ജ തനിക്ക് എങ്ങനെയൊക്കെ ആ പീഠത്തെ അലങ്കരിക്കുവാൻ സാധിക്കുന്നുവോ അത്രത്തോളം അലങ്കരിച്ചിട്ട് ആ ഉന്നതമായ പീഠത്തിൽ ഭഗവാനെ കൊണ്ടുചെന്ന് ഇരുത്തിയിട്ട് ഭഗവാന്റെ സൗന്ദര്യം മുഴുവനും കണ്ട് ആനന്ദിക്കുന്നു. അതിനുശേഷം പല തവണ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. കൃഷ്ണൻ ഒരുപക്ഷെ കൃഷ്ണൻ ആരാണ് എന്ന് പോലും കുബ്ജയ്ക്ക് അറിയണമെന്നില്ല. പക്ഷേ കുബ്ജയുടെ മനസ്സിൽ ഭഗവാനോട് ഭക്തിയും സ്നേഹവുമാണ്. അത്രത്തോളം സ്നേഹമായിരുന്നു കുബ്ജയ്ക്ക്. അതുകൊണ്ട് എന്തൊക്കെ ഭഗവാന് കൊടുത്താലും എത്ര തവണ നമസ്കരിച്ചാലും കുബ്ജയ്ക്ക് മതിയാകുമായിരുന്നില്ല. അങ്ങനെ വിശ്വംഭരൻ കുബ്ജയെ അനുഗ്രഹിക്കുന്നു. ബാലനായ കൃഷ്ണനിൽ അവൾ കാമദേവനെ കാണുകയാണ്. കൃഷ്ണന്
ആ കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നു. കൃഷ്ണൻ കുബ്ജയോട് പറയുകയാണ്, ഭദ്രേ, നിന്റെ ആഗ്രഹം ഞാൻ അറിയുന്നു. നൈമിഷികമായ വിഷയസുഖത്തെ നീ ആഗ്രഹിക്കുന്നു. പ്രായം തികയാത്ത ഒരു ബാലനാണ് ഞാൻ. എന്നാൽ നീ പ്രൗഢയാണ്. അങ്ങനെയുള്ള നീ എന്നോടുകൂടി രതിലീല ആടുന്നത് ധർമ്മമാണോ? അത് സാധ്യമാണോ? എന്തുകൊണ്ടാണ് നിനക്ക് ഈ രീതിയിലുള്ള ഒരു മോഹം എന്നോട് തോന്നുന്നത്? അതിൻ്റെ കാരണം എന്താണ്? നിന്റെ ശരീരത്തിൻ്റെ ആ കൂന് അത് മാറ്റിത്തന്നതുകൊണ്ടുള്ള പ്രതിഫലം നീ ഇങ്ങനെയാണോ എനിക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊരു തോന്നൽ, ഇങ്ങനെയൊരു ആഗ്രഹം എന്നോട് തോന്നുന്നത് എന്ന് ഭഗവാൻ ഈ കുബ്ജയുടെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുന്നു. ആ സമയം കുബ്ജ ഇങ്ങനെ പറയുകയാണ്, പ്രഭു, അവിടുന്ന് ഒരു ദിവ്യനാണ്. കൃഷ്ണൻ അവതരിച്ചു എന്ന് അടിയൻ കേട്ടു. ആ അവതാര പുരുഷനാണ് അവിടുന്ന് എന്ന് അടിയൻ വിശ്വസിക്കുന്നു. അടിയനെ അനുഗ്രഹിക്കണം. അവിടുത്തെ കരസ്പർശത്താൽ തന്നെ അടിയൻ സംപ്രീതയായി. അടിയൻ്റെ കരളിനെ കടിച്ചു കീറിക്കൊണ്ടിരുന്ന ആ കാമരാക്ഷസൻ അവിടുന്ന് ഈ ഉള്ളവളുടെ കരത്തിൽ സ്പർശിച്ചപ്പോൾ തന്നെ ആ രാക്ഷസൻ മരണപ്പെട്ടു കഴിഞ്ഞു. തത്വബോധമുണ്ടാകുവാൻ അവിടുന്ന് അടിയനെ അനുഗ്രഹിക്കണം. ഇന്നു മുതൽ ഈ ഉള്ളവൾ കൃഷ്ണഭക്തയാണ്. കൃഷ്ണഭക്തയായ ഒരു യോഗിനിയാണ്. ഇന്നു മുതൽ അടിയൻ സൈരന്ധ്രിയല്ല എന്ന് ഈ കുബ്ജ കൃഷ്ണനോട് പറയുന്നു. എന്നിട്ട് വീണ്ടും കേശവൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. കാരുണ്യവാരിധിയായ കൃഷ്ണൻ വളരെയധികം സന്തുഷ്ടനാകുന്നു. അവളുടെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ അകറ്റുന്നതിന് വേണ്ടി വീണ്ടും ധാരാളം ഉപദേശങ്ങൾ കൃഷ്ണൻ കുബ്ജയ്ക്ക് നൽകുകയും ചെയ്യുന്നു. അതോടുകൂടി കേവലം കാമം എന്ന വികാരം മാറുകയും തെളിഞ്ഞ ഭക്തി മാത്രം കുബ്ജയിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ഭക്തി എന്ന ഭാവമാണ് പിന്നീട് ഉണ്ടാകുന്നത്. ഒരു കാമഭാവം അല്ല, ഭക്തിഭാവമാണ് പിന്നീട് കുബ്ജയുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകുന്നത്. ഭഗവാൻ കുബ്ജയെ അടുത്തു പിടിച്ചിരുത്തിയിട്ടാണ് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഈ വിധത്തിൽ എന്നെപ്പറ്റി ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ കുബ്ജയുടെ കൈകളിൽ പിടിക്കുന്നുണ്ട്. ആ സ്പർശനം കൊണ്ടാണ് ആ കാമഭാവം കുബ്ജയിൽ നിന്ന് അകലുന്നത്. അതോടുകൂടി കുബ്ജ ഒരു പരമഭക്തയായി തീരുകയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ആര് അവിടെ ഇരിക്കുന്നുണ്ട്? ഉദ്ധവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഉദ്ധവൻ ഭഗവാന്റെ ലീലകളോർത്ത് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്, നിശ്ചലനായിരിക്കുകയാണ്. ഭക്തിയാൽ തൻ്റെ ആഗ്രഹം സാധിച്ചു എന്നുള്ള കൃതാർത്ഥതയോടുകൂടി കുബ്ജ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. പിന്നീട് 2-3 തവണ കൂടി കുബ്ജയുടെ ഗൃഹത്തിലേക്ക് ഭഗവാൻ പോയി എന്നും ഭഗവാന് കുബ്ജയിൽ ഒരു പുത്രൻ ജനിച്ചു എന്നും പറയുന്നുണ്ട്. അവളുടെ അഭിലാഷം ഭഗവാൻ സാധിച്ചു കൊടുത്തു. പക്ഷേ ഭഗവാനെ ആദ്യം കണ്ടപ്പോൾ അവൾക്കുണ്ടായിരുന്ന
ആ കാമവികാരമായിരുന്നില്ല പിന്നീട് അവളിൽ ഉണ്ടായത്. ഗോപസ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗോപസ്ത്രീകൾക്ക് എപ്പോഴും ആരുടെ കൂടെ ഇരിക്കാനാണിഷ്ടം? കൃഷ്ണൻ്റെ കൂടെ ഇരിക്കാനാണിഷ്ടം. അത് കേവലം കാമമല്ല, ഭക്തിയാണ്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? നമുക്കൊക്കെ ബന്ധുക്കളുണ്ട്, പക്ഷേ ഭഗവാന്റെ കൂടെ ഇരിക്കണമെന്നുള്ള തോന്നലാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. അതുതന്നെയാണ് ഇവിടെ കുബ്ജയ്ക്കും ഗോപസ്ത്രീകൾക്കുമൊക്കെ ഉണ്ടായത്. അങ്ങനെ ഭഗവാന് അവളിൽ ഒരു പുത്രൻ ജനിക്കുന്നു. ആ പുത്രൻ്റെ പേരാണ് ഉപശ്ലോകൻ. ഈ ഉപശ്ലോകൻ ശ്രേഷ്ഠനായിരുന്നു. അതായത് കൃഷ്ണനും കുബ്ജയ്ക്കും ജനിച്ച പുത്രനാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആദ്യ പുത്രൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പുത്രൻ്റെ പേരാണ് ഉപശ്ലോകൻ. അദ്ദേഹം ശ്രേഷ്ഠനായിരുന്നു. ഈ ഉപശ്ലോകൻ സന്യാസം സ്വീകരിക്കുകയും നാരദ മഹർഷിയിൽ നിന്ന് സംഖ്യയില്ലാത്ത ശാസ്ത്രങ്ങൾ ഗ്രഹിക്കുകയും, അതായത് സംഖ്യയില്ലാത്ത ശാസ്ത്രങ്ങൾ പഠിക്കുകയും പിൽക്കാലത്ത് സാഖ്യയോഗാചാര്യൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. നിങ്ങൾ അക്കാര്യം മനസ്സിലാക്കണം. ഭഗവാനോടുള്ള ഭക്തി എത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഭഗവാന്റെ ആദ്യത്തെ പുത്രൻ ആരായിരുന്നു? കുബ്ജയിൽ ജനിച്ച പുത്രനാണ് ആദ്യത്തെ പുത്രൻ. ആ പുത്രൻ്റെ പേര് ഉപശ്ലോകൻ എന്നായിരുന്നു. അദ്ദേഹം ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹം പിന്നീട് സന്യാസം സ്വീകരിക്കുകയും നാരദ മഹർഷിയിൽ നിന്ന് സംഖ്യയില്ലാത്ത ശാസ്ത്രം പഠിച്ചതിനാൽ പിന്നീട് അദ്ദേഹം സാഖ്യയോഗാചാര്യൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. കുബ്ജ ഭഗവാന്റെ പരമഭക്തയായി തീരുകയും ചെയ്തു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാനോടുള്ള ഓരോരുത്തരുടെയും ഭക്തി അത് സമർപ്പണമാണ്, പ്രേമമാണ്, സ്നേഹമാണ്. ഒന്നും തിരിച്ച് ആഗ്രഹിക്കാത്ത, എന്നാൽ നമുക്കുള്ളതെല്ലാം ഭഗവാന് കൊടുക്കുവാൻ സന്നദ്ധരായ ഭക്തകളാണ് ഭഗവാന്റെ ഭക്തകൾ. ഭഗവാനിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്ത് മാത്രമാണ് ആഗ്രഹം? ഭഗവാൻ നമ്മുടെ കൂടെ ഇരിക്കണം, നമ്മളെ സ്നേഹിക്കണം, സന്തോഷിപ്പിക്കണം. ഇത് മാത്രമാണ് ആഗ്രഹം. നമുക്കുള്ളതെല്ലാം നമ്മൾ ഭഗവാന് കൊടുക്കും. നമുക്ക് ആരൊക്കെ ഉണ്ടായാലും, സ്നേഹമുള്ള ഭർത്താവുണ്ടായാലും, അച്ഛനുണ്ടായാലും, അമ്മയുണ്ടായാലും, ആയിരക്കണക്കിന് മക്കളുണ്ടായാലും, ഭഗവാനോടുള്ള പ്രേമത്തിന്, സ്നേഹത്തിന് ഒരു കുറവും ഒരു ഭക്തയ്ക്കും ഉണ്ടാവുകയില്ല. എല്ലാ മനുഷ്യർക്കും ഭഗവാന്റെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള കൃഷ്ണഭക്തകളായി തീരണം നാം ഓരോരുത്തരും. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.